വേൾഡ് മലയാളിയുടെ ഒരു ഭാഗം തന്നെയാണ് എന്ന് വേണം പറയാൻ. അവരില്ലാതെ നമ്മൾ ഒരു പ്രോഗ്രാമും ഇവിടെ ചെയ്തിട്ടില്ല. ഈ ഡയസിലിരിക്കുന്ന എല്ലാവരും തന്നെ വേൾഡ് മലയാളിയുടെ കൂടെ ഒരുപാട് കൂടെ ചേർന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ്. അവരെ ഞങ്ങൾ വേറെ ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാകും. ഇതിൽ മെമ്പർ അല്ലെങ്കിലും ഇതിൻ്റെ കൂടെ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ മധു പ്രസിഡന്റ് ആരംഭത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നു. മിക്കവാറും എല്ലാ കൺവെൻഷനിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നെ ഇതിന് ക്ഷണിച്ച് ഇതിന് വളരെ നന്ദി. ഇതിന് എല്ലാ രീതിയിലുള്ള പാവങ്ങളും നൽകുന്നു. വെച്ച് കൺവെൻഷൻ നടന്നപ്പോൾ അവർ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ബന്ധമില്ലെങ്കിലും നല്ലൊരു പരിപാടിയാണല്ലോ എന്നോർത്തുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറയുന്നു. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിയുമെങ്കിൽ ഒരു ദിവസമെങ്കിലും വന്ന് കൂടുവാൻ ഞാൻ തീർച്ചയായിട്ടും നോക്കുന്നതാണ്. താങ്ക് യു. 2019 തോന്നുന്നുണ്ട് മധു എറണാകുളത്ത് വെച്ച് നടത്തിയ ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ പ്രസ് ക്ലബിനെ പറ്റി കുറച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ എല്ലാ കൊല്ലവും നടന്നു പോകുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട്. ഈ വർഷം ഇതിന് വേണ്ട എല്ലാവിധ അനുഗ്രഹ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ താങ്ക് യു. ഇവിടെ കേട്ടതിൽ നിന്നും ഈ കൺവെൻഷന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. പ്രസ് ക്ലബ്ബുമായി വളരെ നല്ലൊരു ബന്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും എന്ത് കാര്യങ്ങൾക്ക് സമീപിച്ചാലും ഒരു ഹെൽപ്പിന് എന്ത് കാര്യത്തിനാണെങ്കിലും പ്രസ് ക്ലബ്ബ് എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ചിക്കാഗോയിൽ ഇവിടെ നിന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പ്രസ് ക്ലബിൻ്റെ. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. 2006 ഏതാനും മാധ്യമങ്ങൾ മാത്രം കൂടിച്ചേർന്നുണ്ടാക്കിയ സംഘടന ഇത്ര കണ്ട് വിപുലമായ വളർച്ചയിലേക്ക് എത്തിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതിൻ്റെ ആരംഭകാല പ്രവർത്തകരിൽ ഒരാൾ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നു. പുതിയ ഭാരവാഹികൾക്ക് എല്ലാവിധ വിജയവും ആശംസിക്കുന്നു. അടുത്ത സമ്മേളനവും മുൻപ് നടന്ന സമ്മേളനങ്ങൾ പോലെ തന്നെ ഗുണപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. ഭാരിച്ച ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ സോവനീറിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിനാണ് എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത കുറച്ച് ദിവസങ്ങളേ ഇനിയുള്ളൂ. അതിനിടയ്ക്ക് എന്തായാലും നല്ലൊരു സോവനീർ നിങ്ങളുടെ മുമ്പിൽ പ്രകാശനം ചെയ്യാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം. ഈ കോൺഫറൻസിന് വേണ്ടി ഉള്ള എല്ലാ ആശംസകളും നേരുന്നു. മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കിട്ടിയ അവസരത്തിനായി വളരെ നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ കാണാൻ കഴിഞ്ഞ ഒന്ന്, സാധാരണ സമ്മേളനങ്ങൾക്കും മീറ്റിങ്ങുകൾക്കും അതിൻ്റെ ആരംഭ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വരുന്നവരുടെ മുഖത്ത് ഒരു ആത്മവിശ്വാസം കാണാറുണ്ട്. പക്ഷേ ഈ ഇരിക്കുന്നവരുടെ മുഖത്തൊക്കെ വളരെയധികം ആത്മവിശ്വാസം. ഞങ്ങളിത് ഭംഗിയായി നടത്തും, ഞങ്ങളുടെ പിന്നിൽ ഒരു ജനമുണ്ട്, സമൂഹമുണ്ട് എന്നുള്ള ആ ധൈര്യം ഇവരുടെയൊക്കെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. വൈറ്റ് പ്ലെയിൻസിൽ നടന്ന ആദ്യത്തെ സമ്മേളനം മുതൽ മിക്കവാറും എല്ലാ സമ്മേളനങ്ങളിലും ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിൽ നിന്നും പുറത്ത് നടന്നതിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള നാട്ടിൽ നിന്നുള്ള പത്രപ്രവർത്തകരും എഴുത്തുകാരും അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ വരുന്നുണ്ട്. അവരെയൊക്കെ പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. എല്ലാവർക്കും അതൊരു അനുഭവമായിരിക്കും. CNA കൺവെൻഷൻ്റെമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് സുനിൽ ചാനലിൻ്റെ പുറയിലാണ്. അപ്പം പല കോളുകൾ ചെയ്തു. അപ്പം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിക്കുന്നതിൽ വളരെ സന്തോഷം. അസോസിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും പ്രസ് ക്ലബിൻ്റെ സഹായം എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മധുശാൻ്റെ ഭാഗത്തു നിന്നും. കഴിഞ്ഞ ന്യൂജേഴ്സി ഇവിടെ നടന്ന ആദ്യമായിട്ട് ഞാൻ പ്രസ് ക്ലബിൻ്റെ മീറ്റിങ്ങിന് അന്നാണ് ഇവിടെ വരുന്നത്, ആൾക്കാരെ പരിചയപ്പെടുന്നത്. സുനിൽ ചാനാണെങ്കിൽ ഞങ്ങളുടെ അസോസിയേഷൻ്റെ പരിപാടികൾക്കും എല്ലാം നമ്മുടെ തുടക്കം മുതൽ ഞാൻ ഫൊക്കാരി നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. മീൻസ് 2 സംഘടനയാണ്. എന്നാൽ പോലും തുടർന്നും ഫൊക്കാനയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഇത് പറയുകയാണ്. അതോടൊപ്പം താങ്ക് യു കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഫൊക്കാന ഞാനോട് വലിയ കൺവെൻഷനൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ വരുന്നത്. അപ്പം പ്രവാസിയും ഈ മലയാളിയും 24-ഉം ബിജുഹായ് 24-ഉം ഏഷ്യാനെറ്റും ഫ്ലവേഴ്സും 18-ഉം കൈരളിയും എല്ലാ ചാനലിലും എല്ലാ പത്രങ്ങളുടെയും ഇവിടെയുള്ള NRIയും എല്ലാവരുടെയും അകമഴി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഏകദേശം 18ഓളം മീഡിയ പേഴ്സണാലിറ്റീസ് ടോപ്പ് നോച്ച് മനോരമയുടെ നിങ്ങളാണ് ജനങ്ങളുടെ മൊത്തത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ അത് തുടർന്നും അങ്ങനെ തന്നെ ആവട്ടെ. സോ ഫൊക്കാനയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. താങ്ക് യു. സജിമോൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ കേരള കൺവെൻഷൻ കഴിഞ്ഞു. ഫൊക്കാനയുടെ നല്ലൊരു കൺവെൻഷനായിരുന്നു. മീഡിയയുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണമാണ് കിട്ടിയത്.
കേരളത്തിലെ മീഡിയകളിലും അമേരിക്കൻ മീഡിയകളിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഈ വരുന്നത് നേർന്നുകൊണ്ട് ഫൊക്കാനയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഏതൊരു സംഘടനയിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ നേതൃത്വം കൊടുക്കുന്നവരുടെ ദീർഘവീക്ഷണം അനുസരിച്ചാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സുനിൽ ട്രൈസ്റ്റാർ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് അമേരിക്കയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയിട്ടുള്ള ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പേഴ്സണലായിട്ട് അത് എനിക്ക് ഇവിടെ പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ ഇരിക്കുന്ന എല്ലാവരുടെയും കൂടെ പേരിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അതുപോലെ എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ പോലെ ഓണം, ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. ഇത് ഈ ഇപ്പം പറഞ്ഞല്ലോ ഈ IPC എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകം ഓർക്കാവുന്ന പേരാണ്. ആ ഒരു പേര് പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും. ബാക്കി ഭാരവാഹികൾ എല്ലാവരും വേഗം പറയേണ്ട കാര്യമില്ല, എല്ലാവരും അറിയുന്നതാണ്. ചെന്ന തുടങ്ങിയാന്ന് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ മെമ്പറൊന്നും അല്ലെങ്കിലും പക്ഷേ എല്ലാവിധ സപ്പോർട്ട് ഇന്ന് പറഞ്ഞില്ലേ. ഇന്ന് ഞങ്ങൾ വൈഫും കൂടെ വന്നു. സാധാരണ ഇപ്പം ഡെലിവറിക്ക് പോകാനായിട്ട് ഞങ്ങൾ വേണ്ടി പോകുന്നത് സ്റ്റക്കായി പോയി. നേർന്നു, എല്ലാവിധ ആശംസകളും നേർന്നു. താങ്ക് യു. And I appreciate the opportunity to sponsor this great club. For the last couple of years, I've been able to support what you guys are doing, and it's been a great honor and a great pleasure to genuinely support people that are doing great work. We know that no society is able to sustain itself without an outlet of media, which is the voice of the people, the common man. And as the Indian diaspora is concerned, these are, especially in the micro setting like the Malayali setting, this is our representatives. These are our voice pieces that goes out with our message, our concerns, and also the other way, bringing the concerns of the day back to us. And I just want to wish the very best to Sunil Jordan and Shir Jordan and Sonal Jordan and everybody here. And I appreciate the time, and I appreciate being able to sponsor the IPCNA. And I was able to also go to India and to attend, and Florida to attend. And so good to see you guys. So good to see you all tonight. Sorry we were a little bit late, so appreciate everybody waiting on us. Thank you. ഇവിടെ വന്നതിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ക്രൗഡാണ്. ഏറ്റവും കാര്യപ്പെട്ട ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്രീമി ലെയർ തീർച്ചയായിട്ടും നമ്മുടെ കൺവെൻഷനും ഇതുപോലെ കാര്യപ്പെട്ട ആളുകൾ വരികയും വലിയൊരു വിജയമാവുകയും ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയവും എനിക്കില്ല. തീർച്ചയായിട്ടും അതിന് എല്ലാവിധ നന്ദിയും പറയുന്നു. ഇവിടെ ഭാരവാഹികളൊക്കെ എല്ലാ കൺവെൻഷന് മുമ്പും ഞങ്ങളെല്ലാം വളരെ ടെൻസായിരിക്കും. കാരണം ഇത് കൺവെൻഷൻ വിജയിക്കുമോ, എത്ര ആളുകൾ വരും, പിന്നെ എങ്ങനെ ഇത് നടന്നു പോകും എന്നുള്ള എല്ലായ്പ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും അത് മുൻ കൺവെൻഷനേക്കാളും മികച്ചതായിട്ടാണ് നമ്മൾ ഇന്നേവരെ ഉണ്ടായിട്ടുള്ളത്. ആ ചരിത്രം ഇപ്രാവശ്യവും ആവർത്തിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സന്ദേഹവും തോന്നുന്നില്ല. അതിന് എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഈ കൂടിയിരിക്കുന്നവരിൽ നിന്നാണ് നമ്മൾ ഒരു ചെറിയ കമ്മിറ്റി ഒന്ന് രൂപീകരിക്കുകയാണ്. സോ അതിനുവേണ്ടി ഞാൻ ഷോഡിയെ വിളിക്കുന്നു. വളരെ പെട്ടെന്ന് വിളിച്ചു കൂട്ടിയ ഒരു ചെറിയൊരു മീറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് ഇത്രയും പേര് പങ്കെടുത്ത് നിങ്ങളെല്ലാവരും IPCNക്കുള്ള നന്ദി അറിയിക്കുകയാണ്. ആദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ 9, 10, 11 ദിവസങ്ങളിൽ ഈ ഹോട്ടലിൽ വെച്ച് തന്നെ നടക്കുന്ന IPCNയുടെ 11ാമത് അന്താരാഷ്ട്ര കോൺഫറൻസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സമയം ഉണ്ടാകണം. ഈ വൈകിയ വേളയിൽ ഇന്ന് പല ഓണങ്ങളും പല പരിപാടികളും ഉണ്ടായിട്ടും ഈ സമൂഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ലീഡേഴ്സായ നിങ്ങളെ ഓരോരുത്തരും ഇവിടെ വന്ന് ഈ IPCNയുടെ ന്യൂയോർക്ക് ചാപ്റ്ററിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുത്തതിന് ഓരോരുത്തരോടും പ്രസിഡന്റ് എന്ന രീതിയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെറിയൊരു ഓണം ഒരു ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത്